ഹായ് ഗൈസ്, ദിസ് ഇസ് സെൽ സ്റ്റോറീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന ടോപ്പിക്കിലെ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തതിനെ കുറിച്ചിട്ടാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി ആയിരുന്നു. ഹെൻറി ബെക്കുറൽ 1896 ഇത് കണ്ടുപിടിക്കുന്നത്. യുറേനിയം മിനറലായിട്ടുള്ള പിച്ച് ബ്ലെൻഡിൽ നിന്ന് വരുന്ന ചില അൺനോൺ റേസ് ബ്ലാക്ക് പേപ്പർ വെച്ച് റാപ്പ് ചെയ്തിരിക്കുന്ന പൊതിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നതിൽ നിന്നിട്ടാണ് ഈ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന കോൺസെപ്റ്റിലേക്ക് എത്തിയത്. അതായത് പിച്ച് ബ്ലെൻഡ് എന്ന് പറയുന്നത് ഒരു യുറേനിയം മിനറലാണ്. ഈ പിച്ച് ബ്ലെൻഡ് ചില അൺനോൺ റേസിനെ, നമുക്കറിയാത്ത കുറേ റേസിനെ പുറപ്പെടുവിപ്പിച്ചു. ഈ റേസ് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ബ്ലാക്ക് പേപ്പർ വെച്ച് റാപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ വന്നിടിച്ച് അതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു, അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. ഈ അൺനോൺ റേസ് ഇൻവിസിബിൾ റേഡിയേഷൻസ് ആയിരുന്നു, എക്സ്റേകൾ പോലെയുള്ള ഇൻവിസിബിൾ റേഡിയേഷൻസ് ആയിരുന്നു. പിന്നെ മുന്നോട്ടുള്ള സ്റ്റഡീസിലൂടെ മനസ്സിലായി ഈ പിച്ച് ബ്ലെൻഡ് പോലെ വിവിധതരമായ ഒരുപാട് സബ്സ്റ്റൻസുകൾ ഇതേപോലെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. അപ്പം നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ആദ്യം കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കുറലാണ് 1896. ആണെങ്കിൽ എന്താണ് റേഡിയോ ആക്ടിവിറ്റി? വാട്ട് ഈസ് റേഡിയോ ആക്ടിവിറ്റി? ഫിനോമിനൻ ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് ആക്റ്റീവ് റേഡിയേഷൻസ് ഫ്രം സർട്ടൈൻ സബ്സ്റ്റൻസസ്. ചില സബ്സ്റ്റൻസുകളിൽ നിന്ന് പെട്ടെന്നുണ്ടാവുന്ന ആക്റ്റീവ് റേഡിയേഷൻസിൻ്റെ എമിഷനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെ, ആക്റ്റീവ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസുകളെ നമ്മൾ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് റേഡിയോ ആക്ടിവിറ്റി? ഫിനോമിനൻ ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് ആക്റ്റീവ് റേഡിയേഷൻസ് ഫ്രം സർട്ടൈൻ സബ്സ്റ്റൻസസ് is known as radioactivity, and those substances which emit such radiations are called radioactive substances. പിന്നെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ പ്രോപ്പർട്ടിയാണ്. അതായത് ഇതിനെ ഹീറ്റോ ലൈറ്റോ ഫിസിക്കൽ സ്റ്റേറ്റോ കെമിക്കൽ കോമ്പിനേഷനോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും റേഡിയോ ആക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ന്യൂക്ലിയർ പ്രോപ്പർട്ടിയാണ്. ഇതിന് മൊത്തത്തിൽ ഒരു ന്യൂക്ലിയസിനെ അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫിനോമിനനാണ്. ഡിസ്കസ് ചെയ്തത് ഹെൻറി ബെക്കുറൽ 1896 നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചതും പിച്ച് ബ്ലെൻഡിൽ നിന്നിട്ടാണ് ആദ്യമായിട്ട് റേഡിയേഷൻസ് പുറത്തു വരുന്നത് കണ്ടുപിടിച്ചതും. പിന്നെ എന്താണ് റേഡിയോ ആക്ടിവിറ്റി, എന്താണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്? റേഡിയോ ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി ഒരു ന്യൂക്ലിയർ പ്രോപ്പർട്ടിയാണ്. അത് ഹീറ്റിനെയോ ലൈറ്റിനെയോ ഫിസിക്കൽ സ്റ്റേറ്റിനെയോ കെമിക്കൽ കോമ്പിനേഷനെയോ അഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ 4 കാര്യങ്ങൾ റേഡിയോ ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു.